ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഞാൻ സിക്നസ്സിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഇത് തേഴ്സ്ഡേ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. തേഴ്സ്ഡേ ഞാൻ ഓഫ് എടുത്തു. തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ ഞാൻ ഓഫ് എടുത്തു. കാരണം വെനസ്ഡേ രാത്രി മുതൽ ചുമച്ച് ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. എൻ്റെ തൊണ്ടവേദന ഒത്തിരി ഉണ്ടായിരുന്നു. തേഴ്സ്ഡേ ഒരു ദിവസം ഞാൻ കംപ്ലീറ്റ്ലി ഡൗൺ ആയിരുന്നു. എനിക്ക് ദേഹം വേദനയും ടെമ്പറേച്ചർ രാവിലെ ഇച്ചിരി ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് ഒരു ഐബുപ്രൂഫൻ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് മാറി. ബട്ട് ബോഡി പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ചുമ, തൊണ്ടവേദന. പക്ഷേ ഞാൻ രാവിലെ എണീറ്റ് ഒരിച്ചിരി കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച്, ഇതിപ്പോൾ ഞാൻ ഇൻഹേലറാണ് എടുക്കുന്നത്. എനിക്ക് വീസിങ്ങിന് വേണ്ടിയിട്ട് ആൽബട്രോൾ അതുള്ളപ്പോൾ ഞാൻ അതെടുക്കും. ഈ സിക്നസ്സിനുടനീളം എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു, സിംബ. അവളെപ്പോഴും ഞാൻ ചുമയ്ക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം എൻ്റെ കൂടെ തന്നെ വന്ന് എന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. അവിടെ ഇപ്പുറത്തും ഒക്കെ ആയിട്ട്. പുള്ളിക്കാരത്തി അധികം എൻ്റെ സൈഡിലായിട്ട് വരത്തില്ല ബെഡിൽ. ഐ ഡോണ്ട് നോ, ഷീസ് എ വെൽ മാനേർഡ് ക്യാറ്റ് ടു ബി ഓണസ്റ്റ്. അധികം സൗണ്ട് ഉണ്ടാക്കലും ഒന്നുമില്ല, കുസൃതി അധികമില്ല മറ്റ് പൂച്ചകളെ സംബന്ധിച്ചിടത്തോളം. വെരി വെൽ മാനേർഡ് ക്യാറ്റ്. രാവിലത്തെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് ഞാൻ ലിയെ കൊണ്ട് സ്കൂളിലൊക്കെ വിട്ടിട്ടാണ് ഞാനൊന്ന് വന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഞാൻ റെസ്റ്റ് എടുക്കുന്നത്. ഈ ചുമ കൊണ്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോയാലേ പറ്റൂ. അപ്പോൾ ഞാൻ എണീറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. എനിക്ക് മുടി ചീകുമ്പോഴും തലമുടി വരെ എനിക്ക് ഭയങ്കര വേദന എടുക്കുമായിരുന്നു. മുടി ചീകാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇതാണ്, ഞാൻ അടുത്തുള്ള ഒരു അർജൻറ്റ് കെയറിൽ പോയി ചെസ്റ്റ് എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തു കഴിഞ്ഞ് ഡോക്ടറിൻ്റെ റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പ്രോബബ്ലി ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമായിരിക്കും. രാവിലെ ഇച്ചിരി പനി പോലെ ഉണ്ടായിരുന്നു, ദേഹവേദനയൊക്കെ ഉണ്ടായിരുന്നു. റിയലി ടയർഡ്, ബോഡി പെയിൻ, തലവേദന, തൊണ്ടവേദന. ഇതിപ്പം അടുത്ത ദിവസമാണ്. ഞാൻ തലേദിവസം ഹോളിഡേ ഞാൻ കിടപ്പും ഉറക്കവും ക്ഷീണവും ഒക്കെ ആയിരുന്നു. ഇന്നലെ രാത്രിയിൽ നിന്ന് ഫാർമസിയിൽ നിന്ന് കോൾ വന്നായിരുന്നു, മെഡിസിൻസ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ബട്ട് എനിക്കൊട്ടും ഡ്രൈവ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാനങ്ങ് കിടന്നു. അപ്പം രാത്രിയിൽ ഒന്ന് ദേഹം കഴുകി, തല കുളിച്ചില്ല. അപ്പം ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് അങ്ങനെ കിടന്ന് കുറച്ചുകൂടെ ക്ഷീണം കൂട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ഒന്ന് ചിറപ്പാക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ തല കഴുകാമെന്ന് വിചാരിച്ചു. ആസ് യൂഷ്വൽ തലയിൽ എണ്ണ തേച്ച് ഒരു ഫേസ് പാക്കൊക്കെ ഇട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും വയ്യ എന്ന് വരികിലും അങ്ങനെ കിടന്നാൽ പറ്റത്തില്ലല്ലോ. നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ ഹെൽത്ത് കുറച്ചുകൂടെ വേഴ്സ് ആകത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ പുരട്ടി. ഇനി എനിക്ക് നല്ലൊരു ഫേസ് മാസ്ക് ഇടണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബെസ്റ്റ് ഫേസ് മാസ്ക് എന്നുള്ളത്. അതാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതാണ് ആ ഫേസ് മാസ്ക്. ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ചില ഫാർമസീസിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ദിസ് ദ ബെസ്റ്റ് ഫേസ് മാസ്ക്. എനിക്ക് ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ജസ്റ്റ് റോസ് വാട്ടറുമായിട്ട് മിക്സ് ആക്കിയാൽ മതി. ഇറ്റ് വർക്ക്സ് വെൽ. പോഴ്സൊക്കെ ഒരുവിധം ക്ലോസ് ആക്കും. ഡ്രൈ സ്കിന്നുള്ള ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ഇറ്റ് വിത്ത് ഹണി ആൻഡ് അത് ഇടുന്നതിന് മുന്നേ മുഖം ഒന്ന് വെറ്റാക്കി, അതായത് വെള്ളം സ്പ്ലാഷ് ചെയ്ത് ആ നനവോടുകൂടി അതിടണം. അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഒത്തിരി ഡ്രൈ ആക്കി കളയും. എനിക്ക് ഇത് പെർഫെക്റ്റാണ്, കാരണം എനിക്കത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ദിസ് ഇസ് പെർഫെക്റ്റ്. സ്കിന്ന് നല്ല വലിച്ചിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഇതിട്ട് കഴിയുമ്പോഴത്തേനും. നമ്മൾ ഫേസ് മാസ്ക് ഇടാൻ വേണ്ടിയിട്ട് സ്പെഷ്യലി ഒരു ബൗൾ നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബൗള്. അപ്പം ഇതിൽ ഞാനിപ്പം മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്യുന്നൊരു ചടങ്ങാണ്. നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രീമി ടെക്സ്ചറാണ് നമുക്ക് കൊണ്ടുവരേണ്ടുന്നത്. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആ പൊടി ചേർക്കുകയും റോസ് വാട്ടർ വെച്ച് മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതിൻ്റെ മിക്സിങ് ഒരു ടാസ്ക് തന്നെയാണ്. ബട്ട് ട്രസ്റ്റ് ദി പ്രോസസ്സ്, ഇറ്റ്സ് വർത്ത് ഇറ്റ്. പിന്നെ ഈ മാസ്കിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഒന്ന് പോളിഷ്ഡ് ഒരു ലുക്കും ആൻഡ് ഓൾസോ ഇച്ചിരി ബ്രൈറ്റനപ്പ് ആവുകയൊക്കെ ചെയ്യും. ഈ മാസ്ക് ഇടുന്നത് എനിക്കൊരു ടാസ്ക്കാണ്, ബട്ട് എൻഡ് റിസൾട്ട്സ് ആർ അമേസിങ്. ഈ മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളധികം ചിരിക്കാനൊന്നും പാടില്ല കേട്ടോ. കൈൻഡ് ഓഫ് മുൾട്ടാനി മിട്ടിയാണ്. അപ്പോൾ അതിന് നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെറ്റി ചുളുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് മാർക്സ് വരും. സോ മാക്സിമം നമ്മൾ ഇച്ചിരി സീരിയസ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ലൈഫിൽ നമ്മൾ ഇച്ചിരിയെങ്കിലുമൊക്കെ വല്ലപ്പോഴുമൊക്കെ സീരിയസ് ആയിട്ടിരിക്കണമല്ലോ. അപ്പോൾ ഇതാണ് ആ ദുർഘട നിമിഷം.
ഞാൻ യൂഷ്വലി എല്ലാ മാസ്കും 15 to 20 മിനിറ്റ്സാണ് വെക്കുന്നത്. ഇതും ഞാൻ 20 മിനിറ്റ്സ് പറയും, പക്ഷേ ഡിപ്പെൻസ് ഓൺ യുവർ സ്കിൻ. ചിലരുടെ സ്കിന്ന് പെട്ടെന്ന് അത് ഡ്രൈ ആക്കും, ഉണക്കും. സോ അപ്പം തന്നെ അത് കഴുകി കളയണം. എൻ്റെ 15 to 20 മിനിറ്റ്സാണ്. ഒത്തിരി നമ്മൾ ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. അത് നമ്മുടെ സ്കിൻ ഒത്തിരി ഹാർഷ് നെഗറ്റീവ് എഫക്ട്സ് വരും. സോ കീപ്പ് എ ട്രാക്ക് ഓൺ ദാറ്റ്. സോ അതിട്ട് കഴിഞ്ഞാൽ സമയം കൊണ്ട് എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു സിങ്കിൽ. കാരണം ഞാൻ സിക്കായതുകൊണ്ട് എനിക്ക് അടുക്കളയിലോട്ട് കയറാനേ പറ്റില്ല, ബെഡിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല, പിന്നെയാണ് അടുക്കളയിലോട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പാത്രങ്ങളൊക്കെ ആ സമയം കൊണ്ട് നമ്മൾ ചുമ്മാതിരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ആ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകിക്കളയാം. അപ്പം തലയിലെ എണ്ണയും മുഖത്ത് ഫേസ് മാസ്കും. സോ വി ആർ യൂട്ടിലൈസിങ് അവർ ടൈം. എനിക്ക് ഒത്തിരി പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. സോ കഴുകിയെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് ജസ്റ്റ് അവിടെ എല്ലാം ഒന്ന് ക്ലീനാക്കിയിട്ടു. അപ്പോൾ എൻ്റെ കാലിൻ്റെ കീഴിൽ നിന്ന് മാറത്തില്ല ഈ ഒരു പുള്ളിക്കാരത്തി. കാരണം ഞാൻ സിക്കായതുകൊണ്ട് എൻ്റെ പുറകെ തന്നെ ഞാൻ അടുക്കളയിലാണെങ്കിൽ അടുക്കളയിൽ. ഈവൻ ക്യാൻ യു ബിലീവ് ഇറ്റ്, ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ കതക് വരെ തുറക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ സ്കിൻ നോക്കി, എൻ്റെ സ്കിന്ന് ശരിക്ക് വലിയാൻ തുടങ്ങി. ചിലയിടത്തൊക്കെ പാച്ചസ് ഉണ്ടായിരുന്നു. സോ ഞാൻ പോയി കുളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പോയി അത് കഴുകി കളഞ്ഞു. ഫേസ് ഒരുവിധം ഒന്ന് ഫ്രഷ് ആയതുപോലുണ്ട്. ഞാൻ പിന്നെ എൻ്റെ ബേസിക് സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്. ടോണർ, സീറം ആൻഡ് മോയ്സ്ചറൈസർ. പിന്നെ എൻ്റെ ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ജെൻ്റ്ലി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഗുവാഷ. 2-3 ദിവസമായിട്ട് ഞാനിത് ഒന്ന് നോക്കുന്നതേ ഇല്ലായിരുന്നു. ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു നല്ല സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ ലിപ് ബാം മറക്കരുത്. കണ്ടില്ലേ, ഒരു ഇച്ചിരി സ്മാർട്ട് ലുക്ക് ആയില്ലേ. പിന്നെ ഞാൻ മെഡിസിൻ പിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അപ്പം ചപ്പാത്തി ഉണ്ടാക്കുവാണ്. കുളി കഴിഞ്ഞപ്പോഴത്തേനൊരു ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നലെ വൈകുന്നേരം എങ്ങാണ്ട് ഞാൻ കഴിച്ചതാണ്. എന്നിട്ടിപ്പോഴാണ് 11 മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെയും കഴിക്കുന്നത് ഞാൻ. ആക്ച്വലി നമ്മൾ ഈ സിക്കായിരിക്കുമ്പോഴത്തേനും നമ്മുടെ തൊണ്ടയിലോട്ട് ആ എരിവുള്ള സംഭവങ്ങളൊക്കെ പോകുമ്പോഴത്തേനും ഇച്ചിരി ഒരു ആശ്വാസം കിട്ടുമേ. അപ്പം ഞാൻ കഴിച്ചു കഴിഞ്ഞ് വന്ന് ഞാൻ മുടിയൊക്കെ ഒന്ന് ഓപ്പൺ അപ്പാക്കി. ഞാൻ യൂഷ്വലി എയർ ഡ്രൈ ആണ് ചെയ്യാറ്. ഞാൻ ബ്ലോവറൊന്നും യൂസ് ചെയ്യാറില്ല. അത് മുടിയെ ഒത്തിരി ബ്രിട്ടിലാക്കും ഇൻ ദ ലോങ് റൺ. സോ ഞാനത് ലെറ്റ് ഇറ്റ് എയർ ഡ്രൈ. കഴിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ക്ഷീണം പോലെ. അപ്പം ഞാൻ കുറച്ചുകൂടെ കിടക്കാമെന്ന് വിചാരിച്ചു. മെഡിസിൻ പിക്ക് ചെയ്യണം, ബട്ട് വണ്ടി ഓടിച്ച് പോകാനുള്ള ഒരു ആവതില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ കിടന്നു. എപ്പോൾ കിടന്നാലും ഡീപ്പ് സ്ലീപ്പാണ് പോകുന്നത്. പക്ഷേ ഡീപ്പ് സ്ലീപ്പിൽ നിന്ന് ഈ ഒരു ചുമ വന്നു കഴിയുമ്പോഴത്തേനും എൻ്റെ സ്ലീപ്പ് ബ്രേക്ക് ആകും. എന്നിട്ട് പിന്നെയും ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകും. സോ ഐ വാസ് റിയലി ടയേർഡ്. എൻ്റെ ബോഡി ഭയങ്കര ടയേർഡായിരുന്നു. പക്ഷേ കണ്ടിന്യൂസ് സ്ലീപ്പ് അല്ലായിരുന്നു. ഈ ചുമ കാരണം പിന്നെ എനിക്ക് കിടക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം എണീറ്റിരുന്നു. കാരണം നെഞ്ചിനൊരു കൺജഷൻ പോലെയും ബോഡി പെയിനും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഒന്നും ചെയ്യാതെ ബെഡിൽ തന്നെ ഇരിക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും വെള്ളം ഇഷ്ടം പോലെ കുടിക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വെള്ളം കുടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കീപ്പ് യുവർ ബോഡി ഹൈഡ്രേറ്റഡ് നോ മാറ്റർ വാട്ട്. അപ്പം ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് ബെഡിൽ നിന്ന് എണീപ്പിച്ച്, എന്തായാലും മെഡിസിൻ പിക്ക് ചെയ്യാതെ പറ്റത്തില്ല, മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ നോക്കിയപ്പം ഹെയർ നല്ല ഫ്രിസി ആയിട്ടിരിപ്പുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ഹെയർ സീറം അപ്ലൈ ചെയ്യുവാണ്. ഇതാണ് പുറത്തെ അവസ്ഥ. ഒരു യുദ്ധക്കളം പോലെയാണ് പുറത്തെല്ലാം കിടക്കുന്നത്. ബട്ട് ടെമ്പറേച്ചർ വൈസ് ഇറ്റ് വാസ് ഗുഡ്. ഇറ്റ് വാസ് ക്ലോസ് ടു 50 degrees. സോ ഇറ്റ് വാസ് റിയലി ഗുഡ്. അപ്പോൾ ഞാൻ പുറത്തോട്ട് പോവുകയാണ്. പോയാലല്ലേ പറ്റൂ. ഇവിടുത്തെ ഫാർമസിയിൽ ഈതർ നമുക്ക് ഇൻ പേഴ്സൺ പോയി പിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രൈവ് ത്രൂ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഡ്രൈവ് ത്രൂ എങ്ങനെയാണ്. നമുക്കപ്പോൾ കാറിൻ്റെ പുറത്തോട്ട് ഇറങ്ങണ്ട. ഈ റോഡിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന മരങ്ങളുടെ അതൊക്കെ നല്ല രസമാണ്. എനിക്ക് ഈ ഒരു ലൊക്കേഷനിൽ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നിടത്ത് പിക്ചർ എടുക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതാണ് ഫാർമസി ഡ്രൈവ് ത്രൂ. ഞാൻ കാണിച്ചു തരാം ഇവിടെ എങ്ങനെയാണ്. ഇവിടെ നമ്മൾ പുൾ ഓവർ ചെയ്തിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. ഈ ഒരു വിൻഡോയുടെ അവിടെ വെയിറ്റ് ചെയ്യണം. കാറിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഇവിടെ ഒരു വിൻഡോ. Picking up for Ashley Francis. Francis FRANC. Yes. നമ്മുടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നെയിം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും അവർക്ക് സിസ്റ്റത്തിൽ കിട്ടുമല്ലോ. ഇറ്റ്സ് ഈസി.
ഇവിടെ എൻ്റെ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യുവാണേ. ഞാൻ നേരത്തെ അവരോട് ചേർന്നപ്പം 2-3 ആഴ്ച മുന്നേ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യണമെന്ന്. അത് ചെയ്തില്ല. അപ്പം പുതിയ അഡ്രസ്സ് പറഞ്ഞപ്പോഴത്തേനും അവർ പറയുക ബോത്ത് അഡ്രസ്സ് ലൈക്ക് ഡിഫറെൻറ്റ് ലൊക്കേഷനാണ് ബട്ട് നമ്പർ വൈസ് ഇറ്റ്സ് ക്ലോസ്. സോ ദേ ആർ ലൈക്ക് ഇറ്റ്സ് സോ ഫണി, ഇറ്റ്സ് സോ ക്ലോസ്, ഒരു നമ്പർ വ്യത്യാസത്തിലാണ്, ഇറ്റ്സ് സോ ഫണി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കാണിച്ചു തരാം. എന്താ ഇതുപോലത്തെ ഒരു സാധനത്തിലാണ് മെഡിസിൻ വരുന്നത്. ഈ ഡ്രോയർ തുറക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഇട്ട് കൊടുക്കുക. അപ്പം അവർ പേയ്മെൻറ്റ് എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് തന്നെ മെഡിസിൻ വരും. അവരത് അപ്ഡേറ്റ് ചെയ്ത് വരുന്നിടം വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇച്ചു നമുക്ക് 1, 2, 3 മെഡിസിൻസ് കിട്ടി. പുറകെ വണ്ടി വന്നിട്ടുണ്ട്. അവർ ചീത്ത വിളിക്കുന്നതിന് മുന്നേ നമുക്ക് പോവാം. ഓക്കെ, അതായിരുന്നു that's how we pick up medicine from pharmacy. ഒത്തിരി സിക്കായിട്ടുള്ളവർക്കൊന്നും നടന്നൊന്നും പോകാൻ പറ്റാത്തവർക്ക് this is really good. അപ്പോൾ അത്രയേ ഉള്ളൂ ഇവിടുത്തെ കഥ. ആക്ച്വലി വേറൊരു കടയിലും കൂടെ ഒന്ന് കയറണം. ലെറ്റ്സ് ഗോ. എൻ്റെ റൂമിൻ്റെ ഡോർ ഇന്നലെ ലോക്കായിപ്പോയി. സോ അത് ലോക്ക് പൊട്ടിക്കേണ്ടി വന്നു. കാരണം ഈ ഒരു ധൃതിയിൽ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ ഞാൻ റൂമിൻ്റെ കീ, കാറിൻ്റെ കീ എല്ലാം റൂമിൻ്റെ അകത്ത് വെച്ച് അടച്ച് അകത്തുനിന്ന് ഞാൻ ലോക്ക് ചെയ്തിട്ട് ഇറങ്ങി. സോ അതെല്ലാം പിന്നെ തല്ലി പൊട്ടിക്കേണ്ടി വന്നു. അപ്പോൾ റൂമിനിപ്പോൾ ലോക്കില്ലാതെ കിടക്കും. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഹോം ഡീപ്പോ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അപ്പോൾ അവിടെ ഈ വീടിൻ്റെ അങ്ങനത്തെ വീടിൻ്റെ എന്തെങ്കിലും മെയിൻ്റനൻസ് പണിക്കുള്ള അറ്റകുറ്റ സാധനങ്ങളൊക്കെ കിട്ടും. സോ ഞാൻ പോയിട്ട് ലോക്ക് വാങ്ങിച്ചിട്ട് നമുക്കത് ലോക്ക് ഫിക്സ് ചെയ്യണം. എന്തായാലേ ഒരു അസുഖം വന്നാൽ പോലും വീട്ടിൽ മര്യാദയ്ക്ക് കിടക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇന്നലെ ഐ വാസ് ടോട്ടലി ഡൗൺ. എനിക്ക് പീരീഡ്സ് ഓഫ് ലൈറ്റ് ഹെഡഡ്നെസ്, തലകറക്കവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹോം ഡിപ്പോയിലെത്തിയേ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഹോം ഡിപ്പോയിലോട്ട് കയറുന്ന ആ സമയത്താണ് ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ തറയിൽ വീണ്, മീൻസ് റോഡിൻ്റെ സൈഡിൽ വീണ് കിടക്കുന്ന അയാളുടെ ഭാര്യ അയാളെ എണീപ്പിക്കാൻ വേണ്ടി നോക്കുവാണ്. വേറെ 2 പേര് അയാളെ ഹെൽപ്പ് ചെയ്യുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഫോണൊക്കെ ഇട്ടിട്ട് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അയാളുടെ ചെവി ബ്ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാര്യ ചോദിച്ചപ്പോൾ ഇല്ല, അയാൾക്ക് എന്തോ ഒരു അസുഖത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു. അതാണ് അകത്തോട്ട് പോയില്ലേ. അപ്പോൾ അവരകത്തോട്ട് കയറി. എന്നിട്ട് അവർ ഓക്കെ ആണെന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. ഒരു കാർഡ് അവരങ്ങ് പോയി. അപ്പോൾ ഇതാണ് ഹോം ഡിപ്പോയുടെ അകവശം. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ സെക്ഷൻസ് ഉണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് എവിടെ എന്താണ് എന്നുള്ളതൊക്കെ. ഐ തിങ്ക് ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, ലെറ്റ്സ് ഗോ. കണ്ടോ, വീട്ടിൽ എന്ത് ഹാർഡ്വെയർ പണികളാണെങ്കിലും നമുക്കിവിടുന്ന് കിട്ടും. നമുക്ക് ഐ തിങ്ക് ഇതുപോലത്തെ ഒരു സാധനമായിരുന്നു എൻ്റെ റൂമിലുണ്ടായിരുന്നത്. കീ എൻട്രി ഇതായിരുന്നു. I think this one will be better because
ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. സോ ഐ ആം ലൈക്ക് കൺഫ്യൂസ്ഡ്. I'll go for the same thing that I was having. This one. ഒത്തിരി പാടുപെട്ടാണ് ഈ സാധനത്തെ. പിന്നെ എനിക്കൊരു പരിപാടിയുണ്ട് കേട്ടോ. ഏത് കട ചെന്നാലും ആദ്യത്തെ എടുക്കത്തില്ല, അതിൻ്റെ പുറകിലിരിക്കുന്നതേ ഞാൻ എടുക്കാറുള്ളൂ. സോ അതൊരു ഹോബിയായിപ്പോയി. അതെന്തോ സൈഡിലൊരു ബെൻഡ് പോലെ എല്ലാത്തിനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടുന്നത്. സോ ഇതാണ് നമ്മൾ എടുക്കുന്നത്. എനിക്ക് കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് മാറ്റണം. അപ്പം ജസ്റ്റ് ഒരു ഡോറും കൂടെ ഒന്ന് നോക്കി വെക്കാമെന്ന് വെച്ചു. കാരണം ഞാൻ ഈ കടയിൽ എപ്പോഴും വരാറില്ല. സോ ഞാനൊരു ചുമ്മാ ഇവിടെ ഡോറും കിട്ടും വന്നു. ഡോർസ് നൈസ്. അപ്പോൾ എനിക്ക് വേണ്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഡോറിൻ്റെ മെഷർമെൻ്റ് എടുക്കണം. എന്നിട്ട് വേണം എനിക്കിവിടെ വന്നിട്ട് ഡോറ് നോക്കാൻ വേണ്ടിയിട്ട്. I'll go for something like this. Let's see. എൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? എന്നെ ഏതെങ്കിലും കടയിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പല കാര്യങ്ങളും വാങ്ങിക്കാനുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ വാങ്ങിക്കുന്നു. ഒരു സാധനം വാങ്ങിക്കാൻ വിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് തെണ്ടി പരതി ആ കട മൊത്തം വാങ്ങിക്കും. അതാണ് എൻ്റെ പ്രശ്നം. ആവശ്യമുള്ള കാര്യങ്ങളാണ്. കാരണം വീട്ടിലേക്ക് ട്രാഷ് ക്യാൻ, അതായത് നേരത്തെ ഉള്ളവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ട്രാഷ് ക്യാനാണ് തൽക്കാലത്തേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വന്ന സ്ഥിതിക്ക് ഞാൻ മനുഷ്യൻ വിചാരിക്കും എനിക്കെന്താ വട്ടാണെന്ന്. മേ ബി അയാൾ വിചാരിച്ചാണ് ഞാൻ അടുത്തെങ്കിലും വീഡിയോ കോൾ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് അത്യാവശ്യമായിട്ട് വാങ്ങിക്കുന്നത്. ഇത് ട്രാഷിന് വേണ്ടിയിട്ട് ഐ തിങ്ക് ഇച്ചിരി വലുതാണെന്ന് തോന്നുന്നു. അക്കോർഡിംഗ് ടു റീസൈക്കിൾ ദാറ്റ്സ് ഇനഫ് ഫോർ മീ. കാരണം അല്ലെങ്കിൽ ഇവന്മാരെടുക്കുന്നില്ല. ബോക്സിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാലും അവന്മാർക്ക് തോന്നണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ കുന്തത്തിൻ്റെ അകത്ത് വെച്ചാലേ അവന്മാരെടുക്കത്തുള്ളൂ. എന്തൊക്കെ പ്രഹസനങ്ങളാണോ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം വലിച്ചെടുത്തുകൊണ്ട് പോട്ട് കാറിൻ്റെ അകത്ത് കുത്തിക്കൊള്ളിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി പേ ചെയ്യട്ടെ. വീട്ടിൽ പോവാം. മതി, ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ട്രാഷ് ക്യാൻ നല്ല വലുതാണ്. അപ്പം ഞാൻ ഡൗട്ട് അടിച്ചതുപോലെ ഇത് ട്രങ്കിൽ കൊള്ളത്തില്ല. അതുകൊണ്ട് സിറ്റ് രണ്ടും കൂടെ മടക്കി ഇത് അതിൻ്റെ അകത്ത് തള്ളിക്കയറ്റാൻ വേണ്ടി നോക്കുക. സോ that will work. Okay. So okay, എനിക്കിതും കിടക്കട്ടെ. ഇങ്ങനായിരുന്നു ഞാൻ വീട് മൂവ് ചെയ്തത്. സോ ഇപ്പോൾ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ മറന്നു. എൻ്റെ ഒരു കോലം. വീട്ടിൽ ചെന്നിട്ട് വേണം എൻ്റെ മുടി ഒന്ന് ഫിക്സ് ചെയ്യാൻ. അത് നമുക്ക് കേൾ ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. യൂഷ്വലി ഞാൻ അങ്ങനെ കേൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് എൻ്റെ ഓഫീസിൽ യുവർ ഹെയർ ലുക്ക് സോ ഗുഡ്, യുവർ ഹെയർ ലുക്ക് സോ നൈസ് എന്നെല്ലാവരും പറയുന്ന നല്ല കോംപ്ലിമെൻറ്റ്സ് ഉണ്ട്. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എൻ്റെ അടുത്ത് ഒരുപോലെ പറയുന്നത് യുവർ ഹെയർ ലുക്ക് സോ ഗുഡ് എന്ന്. സോ അത് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഈ ചൂടെടുക്കും. ഇത്രയും ചെയ്തപ്പോഴത്തേനും ചൂടെടുക്കുന്നു. സോ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് ഈ സ്ട്രെയിറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഹീറ്റ് കൊടുക്കുന്നതും എനിക്കിഷ്ടമല്ല. അപ്പം ഹെയർ ഇച്ചിരി ഡാമ്പ് ആയിരിക്കുമ്പം നമ്മൾ ഹീറ്റില്ലാതെ ഹീറ്റ്ലെസ് കേളിങ് എന്ന് പറഞ്ഞ് ആമസോണിലൊക്കെ കിട്ടും. അത് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ദിവസം ഹീറ്റ് കൊടുക്കണ്ട. പിന്നെ പിറ്റേ ദിവസം മുടി ഒരുവിധം ഇതുപോലെ പ്രാന്തായി കിടക്കുമ്പോൾ നമുക്ക് ഹീറ്റ് ചെയ്താൽ മതിയല്ലോ. സോ യെസ്. അപ്പം എനിക്ക് വീട്ടിൽ പോയിട്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് മരുന്ന് കഴിക്കണം. എന്നിട്ട് ഇന്നിനി വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുന്നില്ല. ഇന്നിനിയും വീട്ടിൽ തന്നെ.
ഓക്കെ നാളെ സാറ്റർഡേ കുക്ക് ചെയ്യണം. അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു മലയാളിക്കടയുണ്ട്. അവിടെ നിന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് മീൻ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. മീനും ഗ്രോസറിയും ഒക്കെ വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് വൈകുന്നേരം അതിന് വേണ്ടിയിട്ട് ഇറങ്ങണ്ട, നാളെ രാവിലെ അങ്ങ് കുക്കിംഗ് ചെയ്യാമല്ലോ. സോ അത്യാവശ്യം നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ ഇവിടെ കിട്ടും. സോ അതും വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു, ഫുഡ് കഴിച്ചു, പിന്നെ മെഡിസിൻ കഴിച്ചു. ഞാൻ പിന്നെ ഒന്നൊരു ചെറിയൊരു നാപ്പ് എടുക്കാമെന്ന് വെച്ചാൽ അതിന് മുന്നേ ഇതാണ് ഞാൻ പറഞ്ഞ ഹീറ്റ്ലെസ് കളർ, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. സോ ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മുടി കേൾ ചെയ്യുന്നത് മിക്കപ്പോഴും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി വൈറ്റ് ടൂത്ത് കോമ്പ് വെച്ചിട്ട് നമ്മൾ മുടി നല്ലോണം ചെടയെടുത്ത് ചീകണം. മുടി രണ്ട് സൈഡ് പാർട്ടീഷൻ, രണ്ട് സൈഡാക്കി, രണ്ട് സെക്ഷൻസാക്കി ഇട്ടിട്ട് വേണം നമ്മൾ ഓരോ സെക്ഷനും നമ്മൾ ചെട കളഞ്ഞ് എടുക്കണം. ഇങ്ങനെ ചെട കളഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ സിറം അപ്ലൈ ചെയ്യാം. പിന്നെ ഞാൻ രാവിലെ സിറം അപ്ലൈ ചെയ്തത് കൊണ്ട് ഞാനത് പിന്നെയും ചെയ്യുന്നില്ല. ഇതിൻ്റെ കൂടെ ഒരു ക്ലിപ്പും കൂടെ വരുവേ, പക്ഷേ ആ ക്ലിപ്പ് കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഒരു ക്ലിപ്പ് എടുത്തു. അപ്പോൾ രണ്ട് സെക്ഷനാക്കി നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, രണ്ട് സൈഡിലോട്ടായിട്ട് ഇട്ടിട്ട്, പുറകിലൊരു മുടിയില്ല, നമ്മൾ രണ്ട് സൈഡിലോട്ടായിട്ട് ഇട്ടേക്കുക. അപ്പോൾ നമ്മൾ ഏത് സെക്ഷനാണോ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഈ ക്ലിപ്പ് വെച്ച് മുടിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഈ നമ്മുടെ ആ റോള് ഫിക്സ് ആക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ക്ലിപ്പ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത് പോലെ ഫ്രം ദ ടോപ്പ് നമ്മൾ ഇങ്ങനെ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് മുടി എടുത്തുകൊണ്ട് ചുറ്റി പോകണം. അപ്പോൾ ആദ്യം ഫ്രണ്ടിൽ നിന്ന്, പിന്നെ ക്ലോസർ ടു ദാറ്റ് റോഡ്, പിന്നെ ഫ്രണ്ടിൽ നിന്ന്, അങ്ങനെ നമ്മൾ നമ്മൾ ഒരു കാര്യം മേക്ക് ഷുവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോഡ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒത്തിരി ഡിസ്റ്റൻസ് അകലത്തിൽ വെക്കരുത്. നമ്മൾ ക്ലോസർ ആസ് പോസിബിൾ ക്ലോസർ ടു അവർ ഫേസ് അങ്ങനെ വേണം, അതായത് ആസ് മച്ച് ആസ് ക്ലോസർ ടു യുവർ ഹെഡ്. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വന്ന് അടുത്ത സെക്ഷൻ എടുത്ത് അതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ദ ഹോൾ സെക്ഷൻ നമ്മൾ ഫിനിഷ് ചെയ്യണം. എന്നിട്ട് നമുക്ക് എത്രയും ഒത്തിരി അങ്ങ് ടൈറ്റ് ആക്കരുത്, ബട്ട് ഒരു മീഡിയം ടൈറ്റ്നെസ്സിൽ വേണം നമ്മളത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു ഭാഗം തീരുമ്പോഴത്തേനും നമ്മൾ ഈ സ്ക്രഞ്ചി ഇട്ട് അത് മുകളിലോട്ടൊന്ന് വലിച്ച് ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അടുത്ത പാർട്ട് ചെയ്യുമ്പോഴത്തേനും ആ ക്ലിപ്പ് അപ്പുറത്തെ സൈഡിലോട്ട് വെക്കണം. ഇച്ചിരി മാറ്റി വെച്ചിട്ട് തലയിൽ തന്നെ, എന്നാലേ അത് നമുക്ക് ഹോൾഡാക്കി കിട്ടത്തുള്ളൂ. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ആ ക്ലിപ്പ് അങ്ങ് ഊരി മാറ്റണം. ആ ക്ലിപ്പ് വേണമെങ്കിൽ നമുക്ക് പുറകിലോ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, ഈ ബണ്ണിട്ടിട്ട് ഞാനത് മുകളിലോട്ട് സ്ക്വിഷ് ചെയ്ത് കൊടുക്കും, മുകളിലോട്ട്. അപ്പം നല്ല ടൈറ്റ് കേൾസ് നമുക്ക് കിട്ടും. അപ്പോൾ കിടക്കാനാണെങ്കിൽ നമുക്ക് ആ ക്ലിപ്പ് മാറ്റിയിട്ട്, ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാനാണെങ്കിൽ ക്ലിപ്പ് എടുത്ത് നമുക്ക് പുറകിൽ ഇങ്ങനെ കുത്തി വയ്ക്കാം. ഇതിൻ്റെ കൂടെ വലിയൊരു ക്ലിപ്പാണ് വരുന്നത്, എല്ലാത്തിനും സെയിം ടൈപ്പ് ക്ലിപ്പാണ് വരുന്നത്. അതിങ്ങനെ കെട്ടി വെച്ച് നമുക്ക് ജോലി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ല ഉറങ്ങാനാണെങ്കിൽ ക്ലിപ്പ് ഊരിയെടുത്തിട്ട്, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, ഞാൻ ചിതനെ കിടക്കാൻ പോകുന്നത്, ഞാൻ ക്ലിപ്പ് ഊരി മാറ്റിയിട്ട് ഇത് രണ്ടും രണ്ട് സൈഡിലായിട്ട് ഇട്ടിട്ട് കിടക്കും. അപ്പോൾ യൂഷ്വലി ഇത് ഓവർനൈറ്റാണ് എല്ലാവരും ഇടുന്നത്. സോ അതിന് നല്ല റിസൾട്ടാണ്. ചിലർ ഹെയർ സ്പ്രേ യൂസ് ചെയ്തിട്ട് അത് ചെയ്യാറുണ്ട്. അത് കുറേ നേരം ആ കേൾസ് അങ്ങനെ തന്നെ കിടക്കും. നിങ്ങളുടെ ഇതനുസരിച്ച് നമുക്ക് കേൾസ് ലൂസനാക്കി ഇടാം, കോമ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് പിന്നീട് ഞാനത് കേൾസ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ആസ് യൂഷ്വൽ ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ എൻ്റെ ഒരു ഫാനുണ്ട്, സിംബ. ബെഡിൽ ഇങ്ങനെ വന്ന് കിടക്കും. അപ്പം എൻ്റെ കൂടെ അടങ്ങി ഒതുങ്ങി കിടന്നോളും ബെഡിൽ, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഒരു നാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ശല്യമില്ല കേട്ടോ, ഒരു ശല്യമില്ലാതെ കിടന്നോളും, ഒരു കുരുത്തക്കേടും ഇല്ല. പാവം ചുമ കാരണം സ്ട്രെയിറ്റ് കിടന്നുറങ്ങാനൊന്നും പറ്റിയില്ല. എന്നാലും ജസ്റ്റ് നടുവ് നൂത്തു എന്ന് മാത്രം പറയാം. അപ്പോൾ ഞാൻ കേൾസ് ഊരുവാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം കേൾസ് ഊരാൻ. ചിലപ്പോൾ മുടി ഒത്തിരി ടൈറ്റ് ആണെങ്കിൽ വളരെ ക്ഷമയോടുകൂടി വേണം ഇത് ഊരാൻ വേണ്ടിയിട്ട്. വൺസ് ഇത് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. ആ സൈഡ് ഒരു ഇച്ചിരി ടൈറ്റായിരുന്നു, പക്ഷേ ഇത് കണ്ടോ,
നല്ല ഇതിപ്പം ഹെയർ സ്പ്രേ അടിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല കേൾസായിട്ട് കിട്ടും. ആൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്, മേക്ക് ഷുവർ നമ്മളെപ്പോൾ അത് ഊരിയാലും അത് ആ റോഡിൽ തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെട്ടു പോകും. പിന്നെ നമ്മൾ വേറൊരെണ്ണം വാങ്ങിക്കേണ്ടി വരും. സോ ഇത് കണ്ടോ എന്ത് ബൗൺസി ആയിട്ടാണ് കിടക്കുന്നതെന്ന്. ഈ സമയത്ത് ഞാൻ ആ കേൾസ് ഒന്ന് സെറ്റാക്കുന്നതിന് മുന്നേ ഇച്ചിരി ഹെയർ സിറം എടുത്ത് ഞാനതിലൊന്ന് അതിൻ്റെ അറ്റത്താണ് നമുക്ക് ഹെയർ സിറം വീണത്. ഞാൻ ഹെയർ സിറം ആ കേൾസിലൊന്ന് തട്ടി കൊടുക്കും. ഒത്തിരി നമ്മൾ വലിക്കരുത്. നമ്മൾ വലിക്കും തോറും ആ കേൾസ് നൂന്ന് വരും. നിങ്ങൾ ഹെയർ സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിർത്താം. പക്ഷേ ഞാൻ ഹെയർ സ്പ്രേ ചെയ്യാത്തത് കൊണ്ട് ഞാൻ ജെൻറ്റിലായിട്ടാണ്, കാരണം കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ആ കേൾസ് ഓട്ടോമാറ്റിക്കലി നൂന്ന് വരും. അതുകൊണ്ട് ഞാൻ ജെൻറ്റിലായിട്ട് എൻ്റെ വെരി ലൈറ്റായിട്ടാണ് ഞാനിത് ഇതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓഫീസിലൊക്കെ പോകുമ്പം എനിക്ക് ഇതിങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്ന എല്ലാ പ്രാവശ്യവും എനിക്കിതിന് നല്ല പോസിറ്റീവ് കമൻസാണ് കിട്ടാറുള്ളത്. അപ്പോൾ പുറത്തൊക്കെ പോകണമെങ്കിൽ ഞാൻ ആ മുകളിലത്തെ പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ സ്കാൽപ്പിനോട് ചേർന്ന് കിടക്കുന്ന പോർഷൻ, അവിടെ വേണമെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ്നർ വെച്ചൊന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് താഴോട്ട് പോകേണ്ട, സ്കാൽപ്പിനോട് ക്ലോസർ ആയിട്ടുള്ള പോർഷൻ മാത്രം. ഞാൻ കോം സ്ട്രെയിറ്റ്നറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് എളുപ്പമാണ്. ഇങ്ങനെ മുടി ചീകുന്ന പോലെ ചെയ്ത് കഴിയുമ്പോഴത്തേനും എളുപ്പമാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഐ എം വെരി സാറ്റിസ്ഫൈഡ്. നല്ല നമുക്ക് അങ്ങനെ കേൾ ചെയ്ത് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. ആ റോഡ് വെച്ചിട്ട് ഞാൻ നേരം നാപ്പ് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. ബട്ട് ദാറ്റ് വിൽ ഡു ഇറ്റ്സ് വർക്ക് while it's on your head. കേൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സമയം കളയുകയും വേണ്ട. മുടി ഇച്ചിരി ഡാമ്പായിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഇതാണ് ബാക്ക് വ്യൂ. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ഈ കേൾസ് നൂരും കേട്ടോ, ഇച്ചിരിയുടെ നൂരും. അപ്പോൾ ഒരു വേവി ആയിട്ട് കിടക്കും. പക്ഷെ ഞാനിപ്പോൾ ഇത് ഞാൻ വേവി ആക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കോമ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല വേവി ടെക്സ്ചർ കിട്ടും. അതുകൊണ്ട് ദാറ്റ്സ് ഓൾ. ഹലോ, അപ്പോൾ ഞാൻ കിടക്കാൻ പോകുന്നതിന് മുന്നേ എല്ലാ ഫ്രൈഡേസിലും ഞാൻ എൻ്റെ ഫേസ് ഷേവ് ചെയ്യും. അപ്പോൾ ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. വൈകുന്നേരം ഞാൻ ചെയ്ത എൻ്റെ മുടി, വൈകുന്നേരം അല്ലല്ലോ, നമ്മൾ ഉച്ചയ്ക്കല്ലേ ചെയ്തത്. സ്റ്റിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഫങ്ഷന് പോവുകയാണെങ്കിൽ ആക്ച്വലി ഹെയർ സ്പ്രേ ഉപയോഗിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് ഗോണ ലുക്ക് റിയലി ഗുഡ്. ആൻഡ് ഓൾസോ ഈ ഒരു ഭാഗം സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോണ റിയലി ലുക്ക് ഗുഡ് ലേറ്റർ ഓൺ. ഞാൻ ഹെയർ സ്പ്രേ ഒന്നും യൂസ് ചെയ്തില്ല, ആ ഒരു സിറം മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ഹെയർ നല്ല ഇതായിട്ട് കിടപ്പുണ്ട്. ഓൺലി തിങ് ഈസ് ഞാൻ ഒത്തിരി അങ്ങ് കോംബ് ചെയ്തില്ല, കൈകൊണ്ട് മാത്രം ജസ്റ്റ് ആ സിറം ഒന്ന് തൂത്ത് കൊടുത്തു. മേ ബി നാളെ ആകുമ്പോഴത്തേനും ഒന്നൊരു കോംബ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഒരു നല്ല കേൾസൊക്കെ അങ്ങ് പോവും. പിന്നെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ദ ടൈം യു ഹാവ് ടു ഗോ ഫോർ എ സ്ട്രെയിറ്റ്നർ ഓർ സംതിങ്. ഓക്കെ, സോ വി ഗോണ ഷേവ് അവർ ഫേസ്. ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ്, എൻ്റെ ഹെയർ ഗ്രോത്ത് അങ്ങനെയാണ്, ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഫേസ് ഷേവ് ചെയ്യും. അത് ഒരു ഫ്രൈഡേ, മിക്ക ഫ്രൈഡേയിലും ഈവനിങ്സിൽ ഞാൻ ചെയ്യും. സോ ഇന്ന് ഉച്ചയ്ക്ക് കുളിച്ചത് കൊണ്ട് ഞാൻ വൈകുന്നേരം കുളിക്കുന്നില്ല. അല്ലെങ്കിൽ യൂഷ്വലി ഞാൻ കുളിക്കുന്നതിന് മുന്നേ ഞാൻ ഫേസ് ഷേവ് ചെയ്തിട്ട് കുളിക്കും. പക്ഷെ ഞാൻ ബോഡിയിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ കിടന്ന് കളിക്കുക, അതാണ് എനിക്ക് ഡിസ്ട്രാക്റ്റഡ് ആകുന്നത്. ആദ്യം നമ്മുടെ മുടി ഒതുക്കി കെട്ടി വെക്കുക. ബിക്കോസ് ഐ എം ഗോയിങ് ടു ഡു ദ ഫേസ് വാഷ് ഫസ്റ്റ്. കാരണം എന്തൊരു സംഭവം നമ്മൾ ഫേസിലോട്ട് ചെയ്യുവാണെങ്കിലും, ഫേസ് കെയർ, സ്കിൻ കെയർ ചെയ്യുവാണെങ്കിലും നമ്മളെപ്പോഴും ഫേസ് വാഷ് ചെയ്യുക, ഫേസ് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. ഞാൻ ദിവസത്തിൽ 2 തവണ ഫേസ് വാഷ് ചെയ്യാറുള്ളൂ. ഒന്ന് രാവിലെ, പിന്നെ ഒന്ന് ഈവനിങ്ങും, 2 times. ദാറ്റ്സ് ഇറ്റ്. കൈ ആദ്യം വൃത്തിയാക്കുക, അതിന് ശേഷം ഫേസ് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്തു. എൻ്റെ വോയിസിന് നല്ല പ്രോബ്ലം ഉണ്ട്, കാരണം ഞാൻ സിക്കായതുകൊണ്ട്. ചുമയുണ്ട്. But skin care must go on. First thing നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ we need to have a paper towel. പിന്നെ ഈ പുറകിലിരിക്കുന്ന സാധനങ്ങളെല്ലാം കുറേയൊക്കെ സ്കിൻ കെയറും കുറച്ചൊക്കെ ലോണ്ടറി അങ്ങനത്തെ എക്സ്ട്രാ സ്റ്റഫാണ് ഞാനിവിടെയാണ് വന്നിരിക്കുന്നത്. കാരണം സിംബെ നമുക്ക് ചില സമയത്ത് വിശ്വസിക്കാൻ പറ്റത്തില്ല.
സോ ദാറ്റ്സ് വൈ ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് സേഫ്. ബട്ട് സ്റ്റിൽ ഇത് ഇവളുടെ നിധി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ്. let me close the door കാരണം ഇത് എപ്പോൾ ഈ റൂം തുറന്നാലും സിംബ ഇതിൻ്റെ അകത്ത്. So what I'm doing is I'm going to put some isopropyl alcohol. മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. ഞാനത് വാൾമാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ദിസ് എ വാൾമാർട്ട് ബ്രാൻഡ്. അത് ഞാൻ നല്ല എമൗണ്ടിൽ. ദിസ് ഇസ് മൈ റേസർ. ഈ ടൈപ്പ് റേസറാണ് യൂസ് ചെയ്ത്. ക്രെമിൻ്റെ ഒരു കൊറിയൻ ബ്രാൻഡാണ് ക്രം ഷോപ്പ് അങ്ങനെ പറയുന്നത്. അതിൻ്റെ ഒരു ഇതാണ്. ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഈ ടൈപ്പ് ഇതാണ് റേസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ദിസ് മൈക്രോ ബ്ലേഡിങ് കൈൻഡ് ഓഫ് റേസർ. ഇത് ഭയങ്കര ഷാർപ്പാണ്. ഇഫ് യു ആർ യൂസിങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇറ്റ്സ് വെരി ഷാർപ്പ്. അപ്പം എനിക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ മുഖം ഒത്തിരി കട്ടായി പോയിട്ടുണ്ട്. സോ ബി ജെൻറ്റിൽ ആൻഡ് don't use it perpendicular to the skin. It's gonna cut off the skin. So slanting towards the ഇങ്ങനെ വേണം അത് എപ്പോഴും നമ്മൾ ജെൻറ്റിൽ, വെരി ജെൻറ്റിൽ യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് I'm gonna sanitize this one because ഞാനിത് യൂസ് ചെയ്തതിന് ശേഷം ഞാനിത് വൈപ്പ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് ഓൺ അവർ ഫേസ്. സോ we have to make sure always whatever goes on it should be 100 more than 100% clean whatever devices you're using. So ഞാൻ ആദ്യം ഇത് കൊണ്ടൊന്ന് റബ്ബ് ചെയ്യും. And don't throw it away, keep it. Okay, now നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ don't use actives at all. സോ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നത്തെ പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഷുഡ് ബി സ്ലിപ്പറി, മോയ്സ്ചറൈസ്ഡ്, അങ്ങനത്തെ ഒരു ഫോമിൽ വേണം. either you can use your moisturizer, ബട്ട് അതിനെക്കാട്ടും ഞാൻ റിലൈ ചെയ്യുന്നത് നമ്മുടെ വാസ്ലിൻ പെട്രോളിയം ജെല്ലിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും അത് നമുക്ക് കട്ട്സും ഈ ഒരു മാർക്സും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ക്വാണ്ടിറ്റി ഞാൻ എടുക്കുന്നുണ്ട്. അത് ഫേസിൽ എൻ്റെ ചുണ്ടിൽ ഇട്ട് കൊടുക്കും. ഇറ്റ്സ് ഗുഡ്, നോട്ട് ഗോണ ഡു എനി ഹാർം. സോ എക്സ്ക്യൂസ് മീ. സോ ഞാൻ ഒരിക്കലും ഫോർഹെഡ് ചെയ്യത്തില്ല. ഫോർഹെഡ് ഞാൻ പുരികം ത്രെഡ് ചെയ്യുമ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ത്രെഡ് ചെയ്ത് പോത്തേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ഫോർഹെഡിൽ ഞാൻ റേസർ യൂസ് ചെയ്യത്തില്ല. I don't know if you want to use it you can, but ഞാൻ എൻ്റെ പുരികം ഐബ്രോസ് ത്രെഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് റേസർ കൊണ്ടുപോയി then I have to clean up my eyebrows. I'm not used to it, so I don't touch them my forehead. ഞാൻ ഈ കണ്ണിൻ്റെ അത്രയും ഭാഗം മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ കണ്ണിൻ്റെ അടിവശം ജസ്റ്റ് ഫോർ കണ്ണിൻ്റെ മുകൾ വശത്ത് എനിക്ക് നല്ല ഡ്രൈനെസ് ഉണ്ട്. സോ ഞാൻ അവിടെയും കൂടി ഇട്ട് കൊടുക്കും പെട്രോളിയം. അവിടെ ഞാൻ ഷേവ് ചെയ്യത്തില്ല, ബട്ട് ഞാൻ ഒരു വഴിക്ക് പോകുന്നതല്ലേ, അതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, ഓക്കെ. സോ ഇറ്റ്സ് ഈവൻലി സ്പ്രെഡ്. എക്സസ് ഒത്തിരി കാണും. അപ്പോൾ കൈയുടെ മുട്ട് കൈകളെ ഈവൻ യു ക്യാൻ വാഷ് ഇറ്റ് ഓഫ്. ഇറ്റ്സ് അപ് ടു യു. സോ ഐം ഗോണ സ്റ്റാർട്ട്. സോ എൻ്റെ കണ്ണാടിയുടെ മുകളിലാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് ഗോണ ബി എ ടാസ്ക് ഫോർ മീ, ബട്ട് സ്റ്റിൽ. സോ നമ്മുടെ മുഖത്ത്, നമ്മുടെ ഫേസിലെ സ്കിൻ എപ്പോഴും പിമ്പിൾ ഫ്രീ ആയിരിക്കണമെന്നില്ല. പിമ്പിൾ ഉള്ളിടത്ത് ജസ്റ്റ് സ്കിപ്പ് ഇറ്റ്. ഇതിപ്പോൾ എൻ്റെ പിമ്പിൾ മാർക്സ് ആണ് നേരത്തെ വന്നതിൻ്റെ. താഴെ എനിക്കൊന്നുമില്ല. ജസ്റ്റ് സ്കിപ്പ് ദാറ്റ് പാർട്ട്, ഡോണ്ട് ഗോ ഓവർ ഇറ്റ്. പിമ്പിൾ ഉണ്ടെങ്കിൽ ആ പാട്ടങ്ങ് സ്കിപ്പ് ചെയ്യുക. നമ്മൾ പിമ്പിൾ വരുമ്പം ആ ഒരു ഭാഗം ഒരു കാരണവശാലും ഒരു കാര്യം വെച്ച് നമ്മൾ ബോദർ ചെയ്യരുത്. പിമ്പിൾ വരും, ദാറ്റ്സ് വെരി നോർമൽ. അത് വന്ന് അത് പോട്ടെ. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി ഹോർമോണൽ ആകാം മെജോറിറ്റി ഓഫ് ദ കേസസ്. ബട്ട് സോ ഇതെല്ലാം പോയ പിമ്പിളാണ്, ഇതെൻ്റെ മാർക്സ് ആണ്. സോ ദാറ്റ്സ് വൈ ഐ എം ഗോയിങ് ഓവർ ഇറ്റ്. അപ്പോൾ ഇഫ് യു സീ ഇങ്ങനെ പോകരുത്, ഇങ്ങനെയും പോകരുത്,
in the direction of the skin. Very gentle. I start with this. അപ്പോൾ നമ്മളൊന്ന് വലിച്ചു പിടിക്കണം ഈ സ്കിന്ന്. പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോഴേ നമ്മുടെ മുഖം ഇങ്ങനെ കൊണ്ടൊന്ന് വലിച്ചു പിടിക്കണം. അത് രോമവും ഉണ്ട് ഇതുണ്ട്. അപ്പം ഞാൻ ഈ ക്ലോത്ത് ഈ പേപ്പർ ടവൽ വെക്കാൻ പറഞ്ഞില്ലേ, അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ജസ്റ്റ് വൈപ്പ് ഇറ്റ് ഓഫ് ഓൺ ദാറ്റ്. സോ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ഗോണ ഗെറ്റ് ക്ലീൻഡ് ആസ് വെൽ ആസ് ഇറ്റ്സ് ഗോണ വൈപ്പ് ഇറ്റ് ഓഫ്. സോ കീപ് ദാറ്റ്. ഓക്കെ, എന്നിട്ട് സെയിം പ്രൊസീജിയർ. നെക്സ്റ്റ് സെക്ഷൻ. I'm going to wipe it off. And upper section. Okay. Now the Misha part. Misha part ചെയ്യുമ്പോഴത്തേനും നമ്മുടെ നാക്കുണ്ടല്ലോ, നാക്ക് ഇങ്ങനെ വെക്കണം. അപ്പോൾ അത് സ്ട്രെച്ച് ആവും. സോ ദാറ്റ്സ് വാട്ട് ഐ ആം ഡൂയിങ് നൗ. Okay, now this part, the same thing. So almost 70-80% നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ പോർഷൻ. എനിക്ക് കൃതാവ് വയ്ക്കുന്നത് ഇഷ്ടമാണ്. So I'm going to gently do this portion closer to this hairline. Okay. Same with this part. I won't go below this. ഈ ഒരു പാർട്ടിൽ നല്ല രോമമുണ്ട്. ബട്ട് ഐ വിൽ കീപ് ദിസ് ബിക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇവിടെ രോമം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോൺടോർ ഇഫക്റ്റ് നമുക്ക് കിട്ടും. ഇറ്റ്സ് നോട്ട് ദാറ്റ് ബിഗ് ബട്ട് സ്റ്റിൽ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയും ഭാഗം പോയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഡബിൾ ചിൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇവിടെ ഇങ്ങനെ ഇതുള്ളത് കൊണ്ട് ഇറ്റ്സ് ഗോണ ഗിവ് ലൈക്ക് എ സെപ്പറേഷൻ ആൻഡ് സ്റ്റഫ്. സോ യാ, എൻ്റെ ഇവിടുത്തെ കൃതാവ് ഇവിടുത്തെക്കാട്ടിലും just cut off a little bit. കഴിഞ്ഞു. So before doing anything, what I would do is a moisturizer. ഞാൻ എപ്പോഴും സെറമൈഡ് ഉള്ള ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡഡ്. എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് റെക്കമെൻഡ് സെറവേ ആണ്. ബട്ട് ഐ കെയിം അക്രോസ് യൂസറിൻ. ഞാനത് ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നതാണ്. യൂസറിൻ മാറുമ്പോൾ സെറവേ മാറുമ്പോൾ യൂസറിൻ. സോ ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് യൂസറിൻ എനിക്ക് കുറച്ചുകൂടെ ബട്ടറി ഫീലിംഗ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ എനിക്ക് കുരു ഇതിനായിട്ട് വന്നിട്ടില്ല. സോ ദാറ്റ്സ് വൈ ഐ എം യൂസിങ്. എനിക്ക് കുരു വരുന്നതായിരുന്നെങ്കിൽ ഐ വുഡൻറ്റ് ഹാവ് യൂസ്ഡ് ദിസ്. സോ either CeraVe or Eucerin, that's what I'm using. I am not sure about everybody else. So if you are planning to protect your skin barrier, I would recommend, എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്ത CeraVe ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഗോ ഫ്രം there. So ഇത് കഴിഞ്ഞ ഉടനെ don't use actives on your skin. After shaving your skin, don't use actives. Vitamin C, niacinamide, whatever it is, don't use any actives. Just use
moisturizer for the day, and that's it for the day. I would recommend to do it in the evening കാരണം നമ്മുടെ ബേബി സ്കിന്നാണ്. എത്ര സൺസ്ക്രീൻ ഇട്ടാലും ഈ സൺറൈസ് വരുമ്പോഴത്തേനും ഇറ്റ്സ് ഗോൺ അഫക്റ്റ് യുവർ സ്കിൻ. നോ മാറ്റർ ഇറ്റ്സ് വിന്റർ ഓർ സമ്മർ, ഇറ്റ്സ് ഗോൺ അഫക്റ്റ് യുവർ സ്കിൻ. സോ രാത്രിയിൽ ഇട്ടിട്ട് ലെറ്റ് ഇറ്റ് ഗിവ് ഇറ്റ് സം ടൈം. സോ I'm going to use plenty of my moisturizer on my skin. ചിലപ്പോൾ ഒരു ചെറിയൊരു നീറ്റൽ പോലൊക്കെ ഫീൽ ചെയ്യും, ബട്ട് ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് നോട്ട് ഗോണ ഡു എനിത്തിങ്. എവിടെയൊക്കെ ഞാൻ കത്തി വെച്ചോ അവിടെ എല്ലാം നല്ലോണം വാരി പൊത്തും. Okay, so and of course left over to my forehead. നമ്മളുടെ കഴുത്തൊരിക്കലും മറന്നു പോകരുത്. Left over of course നമ്മുടെ നോക്കിയിരിക്കുന്ന മുട്ടിന് വേണ്ടിയിട്ട്. Now the most important thing, don't ever skip this. You gotta clean this. Hot water വെച്ച് ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. ചൂടുവെള്ളവും പിന്നെ നമ്മുടെ ഫേസ് വാഷ് ഉണ്ടെങ്കിൽ അതും വെച്ച് അത് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെയും ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്ത് അത് നമ്മുടെ നേരത്തെയുള്ള ഐസോപ്രിൽ ആൽക്കഹോൾ വെച്ച് വൈപ്പ് ചെയ്ത് നമ്മൾ അത് ഡ്രൈ ചെയ്യുക. ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ അതിനെ കവറിട്ട് മാറ്റി വയ്ക്കാവൂ. സോ ദാറ്റ്സ് ഇറ്റ്. ഐ എം ഗോയിങ് ടു സ്ലീപ്പ് ആൻഡ് tomorrow is Saturday. Happy Friday. Good night.